വിശദമായ വാർത്തയിലേക്ക്. 12 വർഷം മുൻപ് കാണാതായ സ്ത്രീയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടെന്ന ബന്ധുക്കളുടെ സംശയത്തെ തുടർന്ന് പോലീസ് പരിശോധന നടത്തി. പാങ്ങോട് പഴവിള സ്വദേശി ഷാമിലയെയാണ് കാണാതായത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. 12 വർഷം മുൻപ് 2 മക്കളെയും വക്കത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം മലപ്പുറത്ത് വീട്ടുജോലിക്ക് പോകുന്നതായി പറഞ്ഞാണ് ഷാമില പോയത്. പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. 1 വർഷം മുൻപ് ഷാമിലയുടെ മകൾ പാങ്ങോട് പോലീസിൽ പരാതി നൽകി. അന്വേഷണം നടക്കുന്നതിനിടെയാണ് പാങ്ങോട് സിഐയുടെ നേതൃത്വത്തിൽ ഷാമിലയുടെ സഹോദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചത്. മുൻപ് ഒരു സംഘടനയുടെ ഓഫീസാണ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പരിശോധനയിൽ മറ്റ് തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. സഹോദരൻ ദേഹോദ്രവമേൽപ്പിക്കുന്നു എന്ന് ഷാമില സഹോദരിയോട് പറഞ്ഞിരുന്നു. പാങ്ങോട് പോലീസ് ചില ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റിക് ടാങ്കിൽ പരിശോധന നടത്തിയത്. ഷാമിലയുടെ വസ്തു സംബന്ധിച്ച് ബന്ധുക്കൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിൽ കാട്ടാനയായ ചക്കക്കൊമ്പൻ വീണ്ടും ദേശീയപാതയിലിറങ്ങി. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് ആനയിറങ്കലിന് സമീപം ദേശീയപാതയിൽ ചക്കക്കൊമ്പൻ എത്തിയത്. 1 മണിക്കൂറോളം റോഡിൽ നിലയുറപ്പിച്ച ഒറ്റയാൻ വഴിയോര കച്ചവട സ്ഥാപനങ്ങൾ തകർത്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയെ ഓടിച്ച് കാട്ടിലേക്ക് മടക്കി. കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോസം ബഡ് സ്കൂളിൽ ഫിസിയോതെറാപ്പി സൗകര്യവും കളിസ്ഥലവും തയ്യാറായി. 5 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് കുടുംബശ്രീ ജില്ലാ മിഷനാണ് ബഡ് സ്കൂളിനായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത്. 22 കുട്ടികളുമായി 2020 പ്രവർത്തനം ആരംഭിച്ച ചെറുവത്തൂർ ബഡ് സ്കൂളിൽ നിലവിൽ 44 കുട്ടികളാണുള്ളത്. ബുദ്ധിപരമായ ബലഹീനതകൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനം. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുന്നതിൽ രക്ഷിതാക്കൾ നേരിടുന്ന പരിമിതികളെ മറികടക്കുന്നതിൽ വലിയ പങ്കാണ് ബഡ് സ്കൂളുകൾ നിർവഹിക്കുന്നത്. ഇതിനായി മെച്ചപ്പെട്ട സൗകര്യവും ആവശ്യമാണ്. നാടിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ബുദ്ധിവികാസവും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് വലിയ ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നല്ലൊരു പൗരന്മാരായി ഇവരെ വാർത്തെടുക്കാൻ വേണ്ടി കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. തെറാപ്പി ബോൾ സെറ്റ്, തെറാപ്പി ടേബിൾ, ബാലൻസിംഗ് ബീം, ആൽഫാബൈറ്റ് ട്രീ എന്നിങ്ങനെ 44 പുതിയ ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഹോസ്പ്രിംഗ് റൈഡർ, ഫാമിലി സ്വിംഗ് തുടങ്ങിയ കളി ഉപകരണങ്ങൾ മൈതാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഇവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. എറണാകുളം കോതമംഗലത്ത് KSRTC ബസ്സിൽ യാത്ര ചെയ്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ആൾ പിടിയിൽ. ഇരുമല്ലൂർ സ്വദേശി ജലാലാണ് പിടിയിലായത്. പ്രതിയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പോലീസ് കസ്റ്റഡിയിൽ നിന്നും വിലങ്ങുമായി രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിൽ. പത്തനംതിട്ട വയ്യാറ്റുപുഴ മീൻകുഴി തോട്ടുഭാഗം സ്വദേശി ജിതിനാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ ജിതിനെ ഇന്നലെ വൈകിട്ട് പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴാണ് രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് പ്രതിയെ വീട്ടിൽ നിന്നാണ് ചിറ്റാർ പോലീസ് പിടികൂടിയത്. ഒടുവിൽ ഈരാറ്റുപേട്ട വാഗമൺ റോഡിന് ശാപമോക്ഷം. BMBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയ റോഡ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത്. പലവിധ തടസ്സങ്ങളിൽപ്പെട്ട് റോഡ് നവീകരണം വൈകിയ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഒടുവിൽ മികച്ച നിലവാരത്തിലാണ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. കരാറുകാരൻ പിൻവാങ്ങിയതുൾപ്പെടെ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം. 19.90 കോടി രൂപയ്ക്കാണ് 24 കിലോമീറ്റർ ദൂരം നവീകരിച്ചത്. ആദ്യത്തെ കരാറുകാരൻ പിൻവാങ്ങിയെങ്കിലും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പിന്നീട് റോഡ് നിർമ്മാണം ഏറ്റെടുത്തത്. ഈ പ്രദേശത്തുള്ള റോഡാണെങ്കിലും ലോകത്താകെയുള്ള മലയാളികൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രശ്നത്തിന് ഒരു കുരുക്കഴിക്കുന്ന നിലയിൽ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഇതോടെ നവീകരിച്ചത്.
റോഡിന്റെ ദുരവസ്ഥ നേരത്തെ പലതവണ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. 2022 ഫെബ്രുവരിയിൽ നിർമ്മാണോദ്ഘാടനം നടന്നെങ്കിലും പിന്നീടും റോഡ് നിർമ്മാണം മുടങ്ങുകയായിരുന്നു. വിനോദസഞ്ചാരികൾ മാത്രമല്ല, നാട്ടുകാരും വൻ ദുരിതത്തിലായിരുന്നു. മന്ത്രി വി എൻ വാസവൻ, സ്ഥലം MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ആന്റോ ആന്റണി MP തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോട്ടയം. മലപ്പുറം വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിന്റെ നവീകരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി വരെയാണ് നവീകരണം. മാസങ്ങളായി റോഡ് തകർന്നു കിടക്കുന്നതിനെ തുടർന്ന് യാത്രക്കാരും രോഗികളും ഏറെ ദുരിതത്തിലായിരുന്നു. ആശുപത്രി നഗരിയിലേക്കുള്ള രോഗികളും വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് പൊതുജനങ്ങളും നിത്യേന ഉപയോഗിക്കുന്ന അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് വെങ്ങാട് പഴയചന്ത മുതൽ അങ്ങാടിപ്പുറം വരെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. സമീപത്തെ മറ്റ് റോഡുകളെല്ലാം നവീകരിച്ചെങ്കിലും ഈ റോഡിലെന്നും കുഴിയടക്കൽ മാത്രമായിരുന്നു നടന്നിരുന്നത്. മങ്കട മണ്ഡലത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ഈ പാത അങ്ങാടിപ്പുറം മുതൽ വെങ്ങാട് വരെ BMBC ചെയ്ത് നവീകരിക്കുന്നതിന് 18 കോടി രൂപ ആവശ്യമാണെന്ന് സ്ഥലം MLA മഞ്ഞളാംകുഴി അലി പൊതുമരാമത്ത് വകുപ്പിന് എസ്റ്റിമേറ്റ് നൽകിയിരുന്നു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഈ തുകയ്ക്കുള്ള നവീകരണ പ്രവർത്തനങ്ങളാണിപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച റോഡിലെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മിക്ക വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നത് പ്രദേശത്ത് ഗതാഗത കുരുക്കിനും റോഡ് നവീകരണ പ്രവൃത്തിക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂൾ തുറന്ന തിരക്കേറിയ സമയത്ത് ജോലി ആരംഭിച്ചതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. AI ക്യാമറ നിയമലംഘനങ്ങൾ കൊല്ലം ജില്ലയിൽ വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വാഹന പരിശോധനയും ബോധവൽക്കരണവും ശക്തമാക്കി. കൊട്ടാരക്കര ട്രാഫിക് ഐലൻഡിൽ കൊല്ലം എൻഫോഴ്സ്മെന്റ് നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടന്നത്. AI ക്യാമറകൾ സ്ഥാപിച്ച ഇടങ്ങളിൽ മുന്നറിയിപ്പ് സ്റ്റിക്കറുകൾ പതിച്ചതിന് പിന്നാലെയാണ് ബോധവൽക്കരണവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയത്. കൊട്ടാരക്കരയിൽ ട്രാഫിക് നിയമം പാലിക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് ബോധവൽക്കരണം നൽകുകയും സ്റ്റോപ്പ് ലൈൻ മറികടന്ന് വാഹനം നിർത്തുന്നവർക്ക് പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. റെഡ് സിഗ്നൽ ജമ്പിംഗ് ക്യാമറയുള്ള ഇടങ്ങളിൽ ട്രാഫിക് ജോലിയിലുള്ള പോലീസുകാർ ആവശ്യപ്പെട്ടാലും സ്റ്റോപ്പ് ലൈൻ മറികടന്ന് വാഹനങ്ങൾ നിർത്തരുതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സിഗ്നൽ ലൈറ്റുകൾ അണയുന്ന സാഹചര്യത്തിൽ മാത്രമേ സ്റ്റോപ്പ് ലൈൻ മറികടന്ന് വാഹനങ്ങൾ നിർത്താകൂ. അല്ലെങ്കിൽ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ് പിഴ നോട്ടീസ് എത്തുമെന്നും അധികൃതർ അറിയിച്ചു. AI ക്യാമറകൾക്ക് ആദ്യ ദിനം തന്നെ കൊട്ടാരക്കരയിൽ തകരാറുകൾ സംഭവിച്ചതിനാൽ നോട്ടീസ് അയക്കാനും കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. കുട്ടികളുടെ പഠനം രസകരമാക്കാൻ സ്കൂൾ പരിസരം വർണ്ണക്കൂടാരമാക്കി കോതമംഗലം കടവൂർ ഗവൺമെന്റ് LP സ്കൂൾ. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സ്കൂളാണ് അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ശ്രമത്തിലൂടെ മാതൃകാ വിദ്യാലയമായി മാറിയത്. കോതമംഗലം BRCയുടെ കീഴിലെ കടവൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ കവാടം കടന്നെത്തുന്ന ആരുമൊന്ന് അത്ഭുതപ്പെട്ടു പോകും. കുരുന്നുകൾക്ക് കളിച്ചുല്ലസിച്ച് പഠിക്കാൻ നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്കൂളിന് മുന്നിൽ നിർമ്മിച്ചിട്ടുള്ള ഉദ്യാനത്തിൽ ആദ്യം കാണുന്നത് മെട്രോ ട്രെയിനാണ്. മനോഹരമായ ഈ ട്രെയിൻ കണ്ടാസ്വദിക്കുവാനും ഇതിൽ കയറി കളിക്കുവാനും കുട്ടികൾക്ക് ഏറെ ഉത്സാഹമാണ്. മെട്രോ ട്രെയിൻ കൂടാതെ മൃഗരാജസഭ, വരയിടം, കൂത്തരങ്ങ് തുടങ്ങി കുട്ടികളുടെ പഠനം ആസ്വാദ്യകരമാക്കാൻ നിരവധി സജ്ജീകരണങ്ങളാണ് ഇവിടെയുള്ളത്. SSKയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട സ്കൂളിനെ ഇന്നത്തെ രീതിയിൽ മികവുറ്റതാക്കിയത് അധ്യാപകരുടെയും ജനപ്രതിനിധികളുടെയും PTA ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ്. ജില്ലാ സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് കടവൂർ LP സ്കൂൾ വാരിക്കൂട്ടിയിട്ടുള്ളത്. കൂട്ടായ പ്രവർത്തനമാണ് സ്കൂളിനെ ഒരു മാതൃകാ വിദ്യാലയമായി ഉയർത്തിയതെന്ന് സ്കൂളിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും കഴിഞ്ഞ ദിവസം വിരമിക്കുകയും ചെയ്ത ഹെഡ് മിസ്ട്രസ് സതി ടീച്ചർ പറഞ്ഞു. കടവൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ ക്യാമ്പസ് ശരിക്കും ഒരു വർണ്ണക്കൂടാരമായി മാറ്റിയിരിക്കുകയാണ്. SSK ഈ വർഷം 2022-23 അധ്യയന വർഷം 10 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിക്കുകയുണ്ടായി. അതുപയോഗിച്ച് ആദ്യം തന്നെ ചെയ്തൊരു മെട്രോ ട്രെയിൻ, ഒരു റോഡ് വാച്ച് കിട്ടത്തക്ക വിധത്തിലുള്ള മെട്രോ ട്രെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 13 ഇടങ്ങളായിട്ട് ആണ് അവരുടെ 30 തീമുകൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. വരയിടം, ഭാഷായിടം, കുഞ്ഞരങ്ങ്, അങ്ങനെ 13 ഇടങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വരയിടമാണെങ്കിൽ തന്നെ ഇൻഡോറും ഔട്ട്ഡോറും ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ആകർഷകമായ രീതിയിൽ തന്നെ സ്കൂൾ ക്യാമ്പസ് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോസം ബഡ് സ്കൂൾ പ്രവേശനോത്സവം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി 4 കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയത്. ബഡ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. കുട്ടികളുടെ ഉൽപ്പന്നമായ ഫിനോയിലിന്റെ ആദ്യ വിൽപ്പനയും ചടങ്ങിൽ നടന്നു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB പ്രമീള അധ്യക്ഷയായി. കൊട്ടാരക്കരയിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും നഴ്സിംഗ് കോളേജും ആരംഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. IHRD എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന്
ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന ആലോചനാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, BSc സൈക്കോളജി, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ കോളേജിൽ ആരംഭിക്കുക. സ്വന്തം കെട്ടിടം നിർമ്മിക്കും വരെ എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടങ്ങളിലായിരിക്കും ക്ലാസുകൾ നടക്കുക. ലാബ് ഉൾപ്പെടെ അടിയന്തരമായ ആവശ്യമുള്ള സംവിധാനങ്ങൾ ഉടൻ സജ്ജീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. കുറേയേറെ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാൻ വന്നാലേ ഒരു നഗരം നന്നായി വരത്തുള്ളൂ. കുറേ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ST കോളേജ് ഉണ്ട്, അവിടെ B.Ed ഉണ്ട്, പണ്ട് തൊട്ടേയുള്ള സ്ഥാപനം നിലയിൽ ഈ കോളേജുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം വരുമ്പോൾ ഇതിന് തൊട്ട് പുറകെ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് മുനിസിപ്പൽ ചെയർമാനും കൂടെ ഒന്ന് ബന്ധപ്പെട്ട് ബാക്കി ഇപ്പോൾ സംഘടനകളെല്ലാം എല്ലാ സ്കൂളിലും ചെയ്യുന്നത്, ഇപ്പോൾ റോട്ടറി ആയാലും മറ്റ് സംഘടനകളായാലും ടൈംസ് ആയാലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചേർന്ന് ആ സമയത്തേക്ക് ഒരു കാര്യത്തിലേക്ക് എത്താം. നഴ്സിംഗ് കോളേജ് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. ഇവയ്ക്കൊപ്പം IHRDയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടി ആരംഭിക്കുന്നതോടെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി ഉപരിപഠനത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷ. ഗ്രൗണ്ട്, ലൈബ്രറി എന്നിവ എഞ്ചിനീയറിംഗ് കോളേജിലേത് ഉപയോഗിക്കാമെങ്കിലും ലാബും മറ്റ് സൗകര്യങ്ങളും ഒരുക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഗവൺമെന്റിന് ലെറ്റർ കൊടുത്തിരിക്കുകയാണ്. അത് വന്ന ഉടനെ തന്നെ താൽക്കാലികമായ അഫിലിയേഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്മിഷൻ ആരംഭിക്കേണ്ടതുണ്ട്. നഴ്സിംഗ് കോളേജ് അംഗീകാരത്തിനായി ആരോഗ്യ സർവകലാശാലയുടെ പരിശോധന മാത്രമാണ് നടക്കാനിരിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജും നഴ്സിംഗ് കോളേജും താൽക്കാലിക കെട്ടിടങ്ങളിൽ ആരംഭിക്കുകയും പിന്നീട് സ്ഥിരം കെട്ടിടം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. താമരശ്ശേരിയിൽ പെട്രോൾ പമ്പിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആക്രമിക്കപ്പെട്ട പരപ്പൻപൊയിൽ സ്വദേശികളുടെ പരാതിയിലും എതിർവിഭാഗത്തിന്റെ പരാതിയിലുമാണ് കേസെടുത്തത്. കാർ മുന്നോട്ട് നീങ്ങി മറ്റൊരു കാറിന്റെ പിന്നിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിലിടപെട്ട യുവാവിനെയും അക്രമം തടയാനെത്തിയ യുവാവിനെയുമാണ് 4 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. താമരശ്ശേരി താഴെ പരപ്പൻപൊയിലെ പെട്രോൾ പമ്പിൽ ഞായറാഴ്ച രാവിലെ നടന്ന അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ിടെ കാർ മുന്നോട്ട് നീങ്ങി മറ്റൊരു കാറിന്റെ പിന്നിൽ തട്ടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അക്രമം. താമരശ്ശേരി പരപ്പൻപൊയിൽ സ്വദേശി CK താജുദ്ദീൻ, താഴെ പരപ്പൻപൊയിൽ സ്വദേശി അഷ്റഫ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പെട്രോൾ അടിക്കാനായി പമ്പിലെത്തിയ കാർ നിർത്തുന്നതിനിടെ മുന്നോട്ട് നീങ്ങി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാറിന്റെ പിന്നിലിടിച്ചു. ഈ സമയം ഇവിടെയുണ്ടായിരുന്ന താജുദ്ദീൻ പിന്നിലുണ്ടായിരുന്ന കാറിന്റെ ഉടമയുമായി അപകടത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതിനിടെ മുന്നിലത്തെ കാറിലുണ്ടായിരുന്നവരെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് താജുദ്ദീൻ പറയുന്നു. താജുദ്ദീനെ ആക്രമിക്കുന്നത് തടയാനെത്തിയപ്പോഴാണ് പ്രദേശവാസിയായ അഷ്റഫിനെയും വളഞ്ഞിട്ട് ആക്രമിച്ചത്. പെട്രോൾ അടിക്കാൻ കയറിയായിരുന്നു. പെട്രോളും കയറിയപ്പോൾ അവിടെ ഒരു അടി നടക്കുന്ന കണ്ട് ഫാമിലി ഉണ്ടായിരുന്നു. അടി നടക്കുന്ന കണ്ട് ഞാനെന്ത് ചെയ്തു, അവർക്ക് തട്ടി മാറ്റാൻ അവിടെ മാറ്റാൻ പോയതായിരുന്നു. മാറ്റാൻ പോയപ്പോൾ അവരെ പിടിച്ച് മാറ്റിയപ്പോഴേക്ക് എന്നെ അവരൊന്ന് തിരിച്ച് മാറ്റി ഇനി ആരുടെ അടിക്കാന്ന് വെച്ചിട്ട് എന്നെ അവർ തിരിച്ചടിച്ച് പിന്നെ തള്ളിക്കൊണ്ടുപോയിട്ട് പിന്നെ എന്നെ അടിച്ചിട്ട് സമർത്തി പിന്നെ എണ്ണീച്ചപ്പോൾ പിന്നെ അവർ പിടിച്ച് കഴുത്ത് പിടിച്ച് നെക്കി തള്ളിയിട്ട് അപ്പോൾ ആകെ വിഷയങ്ങളായി. ഇവിടെ മുറി പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈയെല്ലാം പിടിച്ച് നെക്കി ഭയങ്കര വേദനയുണ്ട്. വേദന മാറിയിട്ടില്ല, ഊരക്ക് വേദനയുണ്ട്. നരിക്കുനി സ്വദേശിയായ അഭിഭാഷകന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയതെന്നും അഭിഭാഷകനാണെന്നും കേസ് പ്രശ്നമില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയതെന്നും ഇവർ പറയുന്നു. താജുദ്ദീന്റെ കഴുത്തിലും മുതുകിലും മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എതിർവിഭാഗവും പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്നാണ് പോലീസ് 2 കേസുകളും രജിസ്റ്റർ ചെയ്തത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 താമരശ്ശേരി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം ഈ കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു, പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് ഭരിച്ചപ്പോഴോ പിണറായി വിജയൻ നേരിട്ട് ഭരിക്കപ്പോഴോ അങ്ങനെ വലിയ പ്രതീക്ഷക്കൊന്നും വകയില്ല. പിന്നെ അതിലൊരു മാറ്റം അടുത്ത കാലത്തൊന്നും വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോളാർ കേസ് അന്വേഷിച്ച ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെതിരെ തുറന്നടിച്ച മുൻ DGP A. ഹേമചന്ദ്രൻ. കമ്മീഷൻ അന്വേഷിച്ചത് സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാല കഥകൾ മാത്രമെന്നാണ് വിമർശനം. സദാചാര പോലീസിന്റെ മാനസികാവസ്ഥയിലായിരുന്നു കമ്മീഷൻ. നീതി എവിടെ എന്ന പേരിൽ ഇന്ന് പുറത്തിറങ്ങുന്ന ആത്മകഥയിലാണ് തുറന്നു പറച്ചിൽ. മാഹിപ്പാലം കഴിഞ്ഞാൽ കേരള പോലീസിന് ഒരധികാരവുമില്ലെന്നും A. ഹേമചന്ദ്രൻ പുസ്തകത്തിൽ പറയുന്നു. കണ്ണൂർ കേരള പോലീസിന് ചുരുളിയാണെന്നാണ് മറ്റൊരു പരാമർശം.
വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു. വിനോദ്, വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വഴിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ മുൻ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന്. നേരത്തെയും പോലീസ് മേധാവിമാർ അവരുടെ സർവീസ് കാലശേഷം എഴുതിയ ആത്മകഥകളിൽ ഈ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളെല്ലാം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ രീതിയിലുള്ള വലിയ പരാമർശങ്ങൾ തന്നെയാണോ ജസ്റ്റിസ് മുൻ DGPയുടെ ആത്മകഥയിലും ഉള്ളത്, ഹേമചന്ദ്രന്റെ ആത്മകഥയിലും പറയുന്നത്? അപർണ, ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതുപോലെ CPM-നും വലിയ വിമർശനമാണ് ഈ പുസ്തകത്തിലുള്ളത്. ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ കാര്യത്തിൽ പറയുന്നത് അദ്ദേഹം ഈ സദാചാരവാദിയെപ്പോലെ അല്ലെങ്കിൽ സദാചാര പോലീസിനെ പോലെയാണ് അദ്ദേഹം ഈ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ മസാലക്കഥകൾ, സ്ത്രീ പുരുഷ ബന്ധത്തിലെ മസാലക്കഥകൾക്കാണ് വലിയ പ്രാധാന്യം നൽകിയത്. വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടന്നു കയറി അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വലിയ വ്യഗ്രത കാണിച്ചു. നമുക്കറിയാം, ആ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഏതാണ്ട് 13 മണിക്കൂർ, ഒരു ദിവസം തന്നെ 13 മണിക്കൂറോളം വിചാരണ ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന, അന്ന് ADGP ആയിരുന്ന ഹേമേന്ദ്രനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഈ കേസിൻ്റെ ഭാഗമായി തന്നെ പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയും വിചാരണ ചെയ്യുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ പരാതിക്കാരിക്ക് തന്നെ കമ്മീഷനെതിരെ നിലപാടെടുക്കേണ്ടി വന്നു. അവരുടെ സ്വകാര്യമായ കാര്യങ്ങളിൽ പോലും കമ്മീഷൻ ചോദിക്കുന്നു, ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നു. ആ പല ആരോപണങ്ങളും ശരി. നാട്ടുവർത്തമാനം തുടരുന്നു. ഇടുക്കി രാജകുമാരിയിൽ ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ. കുളവറചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്കിലെ സ്വകാര്യ കമ്പനി ശമ്പളം നൽകുന്നില്ലെന്നാണ് ആരോപണം. 5 മാസത്തിലധികമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയും. കുളപ്പാറച്ചാൽ കിൻഫ്ര പാർക്കിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന 60ഓളം സ്ത്രീ തൊഴിലാളികൾക്കാണ് ശമ്പളം ലഭിക്കാനുള്ളത്. കുടിശ്ശിക വിതരണം ചെയ്യാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഉടമകൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നതാണ് ആരോപണം. തുടർ സമരങ്ങളുടെ തുടക്കം എന്ന നിലയിലാണ് തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തിയത്. ഞങ്ങളിവിടെ 1 വർഷക്കാലമായി ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് 5.5 മാസമായി സാലറി തന്നിട്ട്. സാലറി ചോദിക്കുമ്പോൾ നാളെ തരാം, മറ്റന്നാൾ തരാമെന്ന് പറയും. ഞങ്ങളോട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ലീവ് എടുത്തോളാൻ പറഞ്ഞു. 19-ാം തീയതി 2 ദിവസം കഴിയുമ്പോൾ സാലറി അക്കൗണ്ടിൽ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ 24-ാം തീയതി തിരിച്ച് ജോലി കയറുകയും സാലറിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല, അവർക്ക് വർക്ക് ശരിയായി ചെയ്തു കൊടുക്കുന്നില്ല, അത് കാരണം സാലറി തരാനുള്ള പൈസ അവരുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. നിലവിൽ കമ്പനി അടച്ചിട്ടിരിക്കുകയാണ്. ഹൈറേഞ്ചിലെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത്. സമരത്തിന് ഐക്യദാർഢ്യവുമായി INTUC രംഗത്തുണ്ട്. ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ന്യൂസ് 18 നെടുങ്കണ്ടം. സ്വന്തമായി ഡ്രോൺ നിർമ്മിച്ച ഒരു 12 വയസ്സുകാരനെ പരിചയപ്പെടാം ഇനി. പാലക്കാട് കൊടുവായൂർ സ്വദേശി ജയകൃഷ്ണനാണ് യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റും കണ്ടുപഠിച്ച് ഡ്രോൺ നിർമ്മിച്ചത്. 200 മീറ്റർ ഉയരത്തിൽ പാറിപ്പറക്കും. കണ്ണിൽ കാണുന്നതെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുക്കും. ഇതാണ് ജയകൃഷ്ണൻ നിർമ്മിച്ച ഡ്രോണിന്റെ പ്രത്യേകത. അമ്മയോടൊപ്പം ഒരു വിവാഹത്തിന് പോയപ്പോഴാണ് ജയകൃഷ്ണൻ ആദ്യമായി ഡ്രോൺ കാണുന്നത്. പിന്നെ തനിക്കും അതുപോലെ ഒന്ന് നിർമ്മിക്കണമെന്ന ആഗ്രഹമായി. പിന്നാലെ കൊടുവായൂർ പഞ്ചായത്ത് ലൈബ്രറി സ്റ്റാഫ് മിനി കൂടി പിന്തുണ നൽകിയതോടെ 12കാരൻ ഡ്രോൺ നിർമ്മിക്കുകയായിരുന്നു. ഞാൻ കല്യാണത്തിന് പോയപ്പോൾ ഈ ഡ്രോൺ പറക്കണ കണ്ടു, ഈ ക്യാമറമാനൊക്കെ. അപ്പം എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ പഞ്ചായത്തുകാർ കുറച്ച് സഹായിച്ചു ഉണ്ടാക്കാൻ. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഈ ഫ്രെയിം, മോട്ടർ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്ത് ഉണ്ടാക്കി. യൂട്യൂബിലൂടെയും മറ്റ് ഓൺലൈൻ സൈറ്റുകളിലൂടെയുമാണ് ജയകൃഷ്ണൻ ഡ്രോൺ നിർമ്മിക്കാൻ പഠിച്ചത്. നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിയതും ഓൺലൈൻ വഴി തന്നെ. കൊറോണ മൂലം അച്ഛനെ നഷ്ടമായ ജയകൃഷ്ണന് അമ്മ മാത്രമാണുള്ളത്. അമ്മ ഗീതയും തന്നാലാകുന്ന പ്രോത്സാഹനം നൽകി. ഡ്രോണിന് പുറമെ ബ്ലൂടൂത്ത് സ്പീക്കർ, ലേസർ, പവർ ബാങ്ക് എന്നിവയും 12കാരൻ നിർമ്മിച്ചിട്ടുണ്ട്. കൊടുവായൂർ MMM SB സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജയകൃഷ്ണൻ. ന്യൂസ് 18 പാലക്കാട്.
മൂന്നാർ ഗ്യാപ് റോഡ് നിർമ്മാണ സമയത്ത് മലയിടിച്ചിലുണ്ടായി കൃഷിയോഗ്യമല്ലാതായ ഭൂമിക്ക് നഷ്ടപരിഹാരം വൈകുന്നതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി ദേശീയപാത ഉപരോധിച്ചു. അശാസ്ത്രീയമായി പാറ ഖനനം ചെയ്തതിനെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിച്ചത്. ഉപരോധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ശാന്തമ്പാറ പോലീസ് കേസെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായി മൂന്നാർ മുതൽ തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ട് വരെയുള്ള റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഗ്യാപ് റോഡിൽ പാറ പൊട്ടിച്ചത്. ഇതേ തുടർന്ന് 2020 ജൂൺ 17 മലയിടിച്ചിലുണ്ടായി. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിച്ചു. പിന്നീട് പലതവണ മണ്ണിടിച്ചിലുണ്ടായി. എന്നാൽ ഇതുവരെയും കർഷകർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്തിട്ടില്ല. 23 കർഷകരുടെ കൃഷിയും കൃഷിസ്ഥലവുമാണ് പൂർണ്ണമായി നശിച്ചത്. കരാറുകാരൻ ഒരേക്കറിന് 8 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചെങ്കിലും ഏതാനും ചില കർഷകർക്ക് മാത്രമാണ് ലഭിച്ചത്. 3 ആഴ്ചയിലേറെയായി കർഷകർ ഗ്യാപ് റോഡിൽ കുടിൽ കെട്ടി സമരം നടത്തിവരികയാണ്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. ഈ റോഡ് എത്ര വേണമെങ്കിൽ അവർ അളന്ന് തിരിക്കാതെ തന്നെ ഈ കല്ല് എടുത്തത് പണിതിട്ടുണ്ടെന്നുള്ള വിവരം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇതിന്റെ സഹകാരികൾ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് PWD NHന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി. റോഡിനെ പറ്റി ഒരു എഞ്ചിനീയർ മനസ്സിലാവാതിരിക്കുന്നു. പക്ഷേ ഇതിന്റെ മണ്ണും കല്ലും എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ പറ്റി ഒരു ഗവേഷണം നടത്തി ഇത് തുടങ്ങിയാൽ എന്താ എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ചെയ്തോ? ഇല്ല. ഇത് ചെയ്യാതെ കൊണ്ട് എന്ത് പറ്റി? ചെറിയ മഴ ഉണ്ടായാലും മണ്ണിടിച്ചിലുണ്ടായി. എത്ര ജനങ്ങളാണ് ഇതിനകത്ത് മരണപ്പെട്ടത്. മുഴുവൻ കർഷകർക്കും നഷ്ടപരിഹാരം ലഭിക്കും വരെ സമരം തുടരുമെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ഉപരോധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ ശാന്തമ്പാറ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇരുമ്പ് പൈപ്പ് കയറ്റിയതിന് പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് 20,000 രൂപ പിഴ. ഇടുക്കി നെടുങ്കണ്ടത്താണ് ഭീമമായ തുക പിഴ ചുമത്തിയത്. അനുവദനീയമായ രീതിയിലല്ല ചരക്ക് കയറ്റിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം സ്വദേശി ബിജോ മോന് പിഴ ലഭിച്ചത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള പെട്ടി ഓട്ടോറിക്ഷയിൽ ഇരുമ്പ് പൈപ്പുകൾ കയറ്റിയപ്പോൾ വാഹനത്തിന് മുകളിലേക്ക് പൈപ്പുകൾ ഉയർന്നു നിന്നിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഭീമമായ പിഴ ചുമത്തിയത്. ഹൈറേഞ്ചിലെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വലിയ ലോറികളിലും മറ്റും ചരക്ക് നീക്കം സാധ്യമല്ലെന്നിരിക്കെയാണ് ചെറുകിട ഗുഡ്സ് വാഹനങ്ങൾക്കെതിരെ വൻ തുക പിഴ ഈടാക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി വിളിക്കുന്ന ഓട്ടം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഡ്രൈവർമാർ. കനത്ത പിഴ ഈടാക്കിയാൽ മാസം മുഴുവൻ ഓടിയാലും പിഴത്തുക അടയ്ക്കാൻ പോലുമുള്ള പണം ഇവർക്ക് ലഭിക്കില്ല. ഓട്ടം വളരെ തീർത്ത് കുറവുള്ള ഒരു സാഹചര്യത്തിൽ 20,000 രൂപ ഫൈൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കമ്പി പൈപ്പ് ഷീറ്റ് ഇതിൽ കയറാനുണ്ടാകുന്ന കാരണം ഇവിടുത്തെ റോഡുകളാണ്. ഇവിടുത്തെ ചെറിയ റോഡുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ലോറിയൊന്നും കയറിപ്പോകുന്ന റോഡുകൾ വളരെ കുറവാണ്. 500 കിലോയിൽ താഴെ വരുന്ന ലോഡുകൾ ഇവിടെ നമ്മൾ പെട്ടിവണ്ടിക്കും അതിന് മുകളിലേക്ക് വരുന്നത് പിക്കപ്പ് വാനിനുമാണ് നമ്മളിവിടെ കൊടുക്കാറുള്ളത്. അതിപ്പോൾ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത്. മോട്ടോർ വാഹന നിയമം ചൂണ്ടിക്കാട്ടി ഗുഡ്സ് വാഹനങ്ങളിൽ നിന്നും അമിതമായി പിഴ ചുമത്താനുള്ള സ്പെഷ്യൽ ഡ്രൈവാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. അമിത പിഴ ഈടാക്കിയാൽ ഗ്രാമീണ മേഖലയിലെ ചരക്ക് നീക്കം പൂർണ്ണമായും നിലയ്ക്കും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചെറുകിട ചരക്ക് നീക്കത്തിനായി ആളുകൾ ഓട്ടോറിക്ഷകളെയും സ്വകാര്യ വാഹനങ്ങളെയും ആശ്രയിക്കുന്നതിനാൽ തങ്ങൾക്ക് മറ്റോട്ടങ്ങൾ ലഭിക്കുന്നത് കുറവാണെന്നും ഗുഡ്സ് വാഹന ഡ്രൈവർമാർ പറയുന്നു. അതേസമയം നിയമപ്രകാരമുള്ള പിഴയാണ് ഈടാക്കിയതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 നെടുങ്കണ്ടം. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,510 രൂപ, പവന് 44,080 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,693 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.